നമ്മൾ ഇന്നലെ ഉണ്ടായത് ദാരുണമായൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം. ആ കാര്യത്തിൽ ഇന്നലെ തന്നെ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ജനവാസ മേഖലയിൽ വന്നിട്ടുള്ള ഈ ആനകളെ പിടികൂടി ഉൾവനത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ എല്ലാ ഉത്തരവുകളും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ 3 ആനകളെ അവിടെ കാണുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 3 ആനകളെയും ഉൾവനത്തിലേക്ക് തന്നെ മാറ്റേണ്ടതാണ്. എന്നാൽ മയക്കുവെടി വെക്കണമെങ്കിൽ ഏതാനയാണ് ഈ കാരണക്കാരൻ എന്ന ഒരു നിഗമനത്തിലെത്തേണ്ടതുണ്ട്. അപ്പം നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരവിടെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പരിശോധിക്കുന്നു. ഇന്നിപ്പം രാവിലെ മുതൽ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് വിജയിക്കുന്നില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ വ്യക്തമായ ധാരണകളും തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ച് 3 ബാച്ചുകളിലായി 30 പേരടങ്ങുന്ന ഒരു ബാച്ചിൽ 10 പേരടങ്ങുന്ന 3 ടീമുകളാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. RRTകളെ പ്രത്യേകമായിട്ട് തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യാവുന്ന സാധ്യമായ എല്ലാ നടപടികളും ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് അയക്കുന്നതിന് തീരുമാനിക്കാനുള്ള ശ്രമങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാൻ അവിടെ ഇന്നലെ ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ യോഗത്തിൽ ചില ധാരണകൾ എത്തിയിട്ടുണ്ട്. ആ ധാരണകൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ RRTക്ക് പുറമെയാണോ 30 അംഗ സംഘം? അതെ. ഡോക്ടർമാരുണ്ടാവും. ഓരോ ബാച്ചിലും ഡോക്ടർമാരും വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമാണല്ലോ ഉണ്ടാവുക. ഇനിയിപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ പോലീസിൻ്റെ സഹായവും തേടാൻ വേണ്ടി ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് അവിടെ ഒരു പ്രതിരോധ സംവിധാനങ്ങളും ഇല്ല. കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നത് കാരണം തേയിലത്തോട്ടമാണ്, അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം ഇവിടെ വേലി കെട്ടിയാൽ മറ്റേത് സ്ഥലത്ത് കൂട്ടിയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കാരണം നമ്മൾ കേരളത്തിലെ വനഭൂമി ആകെയും അതിൽ കെട്ടി തടയാൻ പറ്റില്ല. അപ്പം അതൊരു പ്രായോഗികമായ പ്രശ്നമാണ്. അങ്ങനെ വെട്ടിയാൽ നമുക്ക് വയനാട് ചൂട് അടച്ചു കെട്ടേണ്ടി വരും. ഉൾവനങ്ങളിലൂടെ വനത്തിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് കെട്ടി തീർക്കുക എന്നതല്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വംശവർദ്ധന തടയുന്നതിനാവശ്യമായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി ആരും സംസാരിക്കാതെ കേരള ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ ഈ പ്രശ്നം കഴിയാവുന്നത്ര വിധത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യമാകുന്നില്ല. കഴിഞ്ഞ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ യോഗത്തിൽ പോലും നമ്മുടെ പ്രതിനിധികൾ ഇത്തരം ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അവർ നമ്മളീ പറയുന്നൊരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗൗരവത്തിലും അവരിതിനെ കണ്ടിട്ടില്ല. ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, വിമർശിക്കുന്നു. അപ്പോൾ വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് അസ്വസ്ഥരാകുകയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു നടപടി സ്വീകരിക്കാനുള്ള താൽക്കാലിക അനുവാദമെങ്കിലും കിട്ടണം. അപ്പോൾ 28-ാം തീയതി രാവിലെ അഡ്വക്കേറ്റ് ജനറലുമായി ഈ നിയമപരമായി ഇനി കോടതിയെ സമീപിക്കാൻ വല്ല സാധ്യതയുണ്ടോ? കാരണം നമ്മൾ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാമോ എന്നൊരു വിഷയത്തിന് നാളെ 28-ാം തീയതി രാവിലെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ നിയമപരമായ വഴികളും എല്ലാം അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ബില്ലായതുകൊണ്ട് ആ ബില്ലിൽ ഭേദഗതി വരുത്താൻ എന്തെങ്കിലും വഴി ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാലും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമം മാറ്റാൻ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആവർത്തിച്ചവരോടൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. എന്താണ് നിയമവഴി? അല്ല, അവർക്കതിൻ്റെ ഗൗരവം ഇല്ലയെന്നാണ്. ഞാൻ രാഷ്ട്രീയം കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇതിന് രാഷ്ട്രീയം ചേർക്കുന്നില്ല. കാരണം ഇത് ജനങ്ങളുടെ ആകെ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ ബിഷപ്പുമാരുടെ പ്രധാനപ്പെട്ട ചിലരൊക്കെ കണ്ടു. അവരോട് ഞാൻ പറയുന്നത്, നമ്മൾ യോജിച്ച് ഇതിനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുന്നവരും ഏകപക്ഷീയമായ ഒരു സമരം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഇത് പരിഹരിക്കാൻ കഴിയും. ഇത് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഇന്നത്തെ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തി സംസ്ഥാനങ്ങൾക്ക്
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരം ആവശ്യങ്ങളെ നേരിടാൻ പറ്റിയ വിധത്തിൽ അധികാരം നൽകുന്ന ഒരു ഉത്തരവെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ. എന്നല്ല, ഒരു ഉത്തരവുണ്ടായാലും മതി. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അവർക്ക് പ്രവർത്തിക്കാമല്ലോ.